ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. 15 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ ഓട്ടോറിക്ഷകൾ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഡീസൽ ഓട്ടോറിക്ഷകൾ നിരത്തിലിറക്കി ഓടിക്കുന്നത് അത് തടഞ്ഞുകൊണ്ടുള്ള ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ. അതായത് ജൂൺ 2021 ശേഷം ഈ 15 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ ഓട്ടോറിക്ഷകൾ നിരത്തിലിറക്കി ഓടിച്ചുകൂടാ എന്നുള്ളതായിരുന്നു ആ നോട്ടിഫിക്കേഷൻ. അതിന് പ്രകാരം 15 വർഷം തികയുന്നതിന് മുൻപ് തന്നെ ഈ ഡീസൽ ഓട്ടോറിക്ഷകൾ അത് ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാക്കിയോ അല്ലെങ്കിൽ LPGയോ CNGയോ ഏതെങ്കിലും രീതിയിൽ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ ഓട്ടോറിക്ഷകൾക്ക് നിരത്തിലിറക്കി ഓടിക്കാനുള്ള അനുമതി, അതായത് അതിൻ്റെ ഫിറ്റ്നസ്സും പെർമിറ്റും ലഭിക്കുന്ന അങ്ങനെ ഒരു സംവിധാനമാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അവർക്ക് ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ, എന്നാൽ അത് ഫൈനൽ നോട്ടിഫിക്കേഷൻ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനാണ്. അതായത് ഏത് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിന് മുമ്പും ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ, അത് പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും അവരുടെ പരാതികളും എല്ലാം ശേഖരിച്ചതിന് ശേഷം ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുക. ഈ നവംബർ 13 പുറത്തിറങ്ങിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ജൂൺ 21 എന്നുണ്ടായിരുന്നത്, അതായത് 2021 ജൂൺ എന്ന് ഉണ്ടായിരുന്നത് 2024 ജനുവരി വരെ ഈ വാഹനങ്ങൾക്ക് നിരത്തിലിറക്കി ഓടിക്കുന്നതിനുള്ള അനുമതി 15 വർഷം തികയുന്ന മാത്രയിൽ ഇനി ജനുവരി 2024 വരെ നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ നിരത്തിലിറക്കി ഓടിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷനായിട്ട് പുറത്തിറങ്ങുക. സാധാരണഗതിയിൽ ഇതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകാറില്ല, എന്നാലും നമുക്ക് ഇതിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കാം. 15 വർഷം പഴക്കമായ ഡീസൽ ഓട്ടോറിക്ഷകൾ നിരോധിച്ചതിനെതിരെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കാം സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാനായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, മറ്റ് ഈ ഓട്ടോറിക്ഷകൾ ഓടിക്കുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു വോയിസ് ക്ലിപ്പ് ഇടാം. നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ്, ബൈ.